Welcome to the next session on Advanced Functional Analysis. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റെഗുലർ പോയിൻ്റ് ഓഫ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, വാട്ട് ഇസ് മെൻ ബൈ സ്പെക്ട്രം ഓഫ് എ റെഗുലർ പോയിൻ്റ് ഓപ്പറേറ്റർ, റിസോൾവൻറ്റ് സെറ്റ്, ഇവരുടെ പ്രോപ്പർട്ടീസ്, സ്പെക്ട്രം ക്ലോസ്ഡ് സെറ്റാണ്, റിസോൾവൻറ്റ് സെറ്റ് ഓപ്പൺ സെറ്റാണ്. ദെൻ നോം ഓഫ് എയേക്കാളും വലിയ മോഡുലസ് വാല്യൂ ഉള്ള ഒരു കോംപ്ലക്സ് നമ്പറാണ് ലാംഡ എങ്കിൽ ആ ലാംഡ ഒരു റെഗുലർ പോയിൻ്റ് ആയിരിക്കും തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പെക്ട്രം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ പഠിക്കുകയാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പെക്ട്രത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് പേര് മാത്രം നമ്മളൊന്ന് കണ്ടുപോയിരുന്നു. പോയിൻ്റ് സ്പെക്ട്രം, കണ്ടിന്യൂസ് സ്പെക്ട്രം, റെസിഡുവൽ സ്പെക്ട്രം. സോ ആദ്യം നമ്മൾ എന്താണ് പോയിൻ്റ് സ്പെക്ട്രം എന്ന് പഠിക്കാൻ പോവുകയാണ്. The point spectrum sigma p of A is the set of eigenvalues of the operator A. സോ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഏഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഏഗൺ വാല്യൂസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ പോയിൻ്റ് സ്പെക്ട്രം എന്ന് പറയുക. ഏഗൺ വാല്യൂ എന്താണ്? ലാംഡ ഈസ് സെഡ് ടു ബി ആൻ ഏഗൺ വാല്യൂ ഇഫ് AX ഈക്വൽ ടു ലാംഡ എക്സ് ആകുന്ന പോലെ ഒരു നോൺ സീറോ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ദർ എക്സിസ്റ്റ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ സച്ച് ദാറ്റ് AX ഈക്വൽ ടു ലാംഡ എക്സ്, വി സേ ദാറ്റ് ലാംഡ ഈസ് ആൻ ഏഗൺ വാല്യൂ ആൻഡ് എക്സ് ഈസ് ദ കറസ്പോണ്ടിങ് ഏഗൺ വെക്റ്റർ. ഇങ്ങനെയുള്ള ഏഗൺ വെക്റ്റേഴ്സിൻ്റെ കളക്ഷനാണ് പോയിൻ്റ് സ്പെക്ട്രം. സോ ലാംഡ is in sigma p of A point spectrum if and only if there exists an x in capital X minus 0, a non-zero small x such that AX equal to lambda x. Here lambda is an eigenvalue of A and x is an eigenvector of A corresponding to the eigenvalue lambda. Equivalently, we can say that lambda is in point spectrum if and only if കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ നോട്ട് ഈക്വൽ ടു സീറോ. ഇവിടെ നമ്മൾ പറഞ്ഞു ദർ എക്സിസ്റ്റ് ആൻ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ സച്ച് ദാറ്റ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് മീൻസ് എ എക്സ് മൈനസ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഓർ എ മൈനസ് ലാംഡ ഐ ടൈംസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് എക്സ് ഈസ് ഇൻ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ. സോ എക്സ് കേർണൽ ഓഫ് ലാംഡ ഐയിലുണ്ട്, മാത്രമല്ല എക്സ് നോൺ സീറോ ആണ് താനും. സോ വി ക്യാൻ സേ ദാറ്റ് കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ നോട്ട് ഈക്വൽ ടു സീറോ. ഓക്കെ, കേർണൽ ഓഫ് എൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സബ് സ്പേസ് ഓഫ് എക്സ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് എ സബ് സ്പേസ് ഓഫ് എക്സ്. ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദി ഏഗൺ വാല്യൂ ലാംഡ എന്ന് വിളിക്കുന്നത്. മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ. സോ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐയുടെ ഡയമെൻഷൻ 1 ആണെങ്കിൽ ലാംഡയുടെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അത് 2 ആണെങ്കിൽ ലാംഡയുടെ മൾട്ടിപ്ലിസിറ്റി 2 ആണ്. ആൻഡ് സോ ഓൺ. നൗ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Suppose x is equal to L2 space, small L2 space. A is the right shift operator defined as A of EI equal to EI plus 1, or വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ suppose alpha 1, alpha 2 etc. This is a sequence in L2. Then A of alpha 1, alpha 2 etc. is defined as 0, alpha 1, alpha 2 etc. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇതിൻ്റെ പോയിൻ്റ് സ്പെക്ട്രം എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് പോയിൻ്റ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഗൺ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. സോ ഈ തന്നിരിക്കുന്ന ഓപ്പറേറ്ററിൻ്റെ ഏഗൺ വാല്യൂസ് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. സോ എ ഈസ് ഈക്വൽ ടു എ ഓഫ് x1 x2 etc. is equal to lambda of x1 x2 etc. ആണെന്നുണ്ടെങ്കിൽ we get 0 x1 x2 etc. is equal to lambda x1 lambda x2 etc.
സോ 0 is same as ലാംഡ x1 എന്ന് കിട്ടും. ഈ 0 ഈക്വൽ ടു ലാംഡ x1 ആവണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലാംഡ 0 ആയിരിക്കണം അല്ലെങ്കിൽ x1 0 ആയിരിക്കണം. ദെൻ x1 is equal to ലാംഡ x2. അപ്പോൾ x1 ഓൾറെഡി 0 ആണ്, സോ ലാംഡ x2 വിൽ ബി 0. ഓക്കെ, അല്ലെങ്കിൽ ലാംഡ മസ്റ്റ് ബി 0. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് we will get x1, x2, etc. is equal to 0, 0, 0, etc. Means point spectrum of A എന്ന് പറയുന്നതിൽ, അതായത് AX equal to ലാംഡ x ആവണം എന്നുണ്ടെങ്കിൽ x must be 0 എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. AX equal to ലാംഡ x ആവണമെങ്കിൽ x must be equal to 0. That means നമ്മളാണെങ്കിൽ 0 വെക്ടറിനെ ഈഗൻ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുകയുമില്ല. ദർ എക്സിസ്റ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 സച്ച് ദാറ്റ് AX ഈക്വൽ ടു ലാംഡ എക്സ് എന്നാണ് നമുക്ക് വേണ്ടത്. സോ ദിസ് മീൻസ് point spectrum of A is an empty set. So ഇവിടെ നമുക്ക് പോയിന്റ് സ്പെക്ട്രം empty set ആണെന്ന് കിട്ടുന്നു, ഓർ ഇതിന് ഏഗൺ വാല്യൂസ് ഇല്ല. Now കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലാണ് ലാംഡ പോയിന്റ് സ്പെക്ട്രത്തിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് മീൻസ് എ മൈനസ് ലാംഡ ഐ ഫ്രം എക്സ് ടു എക്സ് ഈസ് എ ബൈജക്ഷൻ ഫ്രം എ ടു ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് നമുക്ക് പറയാൻ പറ്റും. കേർണൽ 0 ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ 1, 1 ആണ്. സോ നമ്മൾ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ബൈജക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ സപ്പോസ് ഈ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് എന്ന് കരുതുക. അതായത് ഈ എ മൈനസ് ലാംഡ ഐ ഈസ് എ സർജക്ഷൻ എന്നും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് ഫ്രം എക്സ് ടു എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, മാത്രമല്ല ഇതൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്? ത്രൂ ഓപ്പൺ മാപ്പിംഗ് തിയറം. ഓക്കെ, സോ എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു ബൗണ്ടഡ് ഓപ്പറേറ്ററും ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ലാംഡ ഈസ് എ റെഗുലർ പോയിന്റ് ഓഫ് എ. സോ വെൻ കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആൻഡ് if a minus lambda I is a bijection from x to x, in that case lambda is a regular point of A. So whenever lambda is not in point spectrum but lambda is in spectrum of A, അങ്ങനെയാണെങ്കിൽ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കില്ല. ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ദിസ് ലാംഡ ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പോയിന്റ് സ്പെക്ട്രം. ലാംഡ ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പോയിന്റ് സ്പെക്ട്രം ഓഫ് എ. ഓക്കെ, അതിൻ്റെ കൂടെ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു എക്സും ആവുകയാണെങ്കിൽ ലാംഡ റെഗുലർ പോയിൻ്റ് ആവും. അപ്പോൾ റെഗുലർ പോയിൻ്റ് അല്ലെങ്കിൽ പിന്നെ അത് സ്പെക്ട്രം പോയിൻ്റ് ആയിരിക്കും. സോ ലാംഡ പോയിൻ്റ് സ്പെക്ട്രത്തിലില്ല പക്ഷെ സ്പെക്ട്രത്തിലുണ്ട് എന്നാണെങ്കിൽ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കില്ല. ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു എക്സ് ആയാൽ ലാംഡ റെഗുലർ പോയിൻ്റ് ആണ്. അപ്പോൾ അത് സ്പെക്ട്രം പോയിൻ്റ് ആവാൻ പറ്റില്ല. സോ അടുത്തതായിട്ട് നമ്മൾ ഒരു ലെമ്മയാണ് കാണാൻ പോകുന്നത്. ഈ ലെമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫ്രം എക്സ് ടു എക്സ് ബി എനി ബൗണ്ടഡ് ഓപ്പറേറ്റർ ആൻഡ് ലെറ്റ് ലാംഡ ഐ where I varies from 1 to n means lambda 1, lambda 2, etc. lambda n be distinct eigenvalues of A. Then xi not equal to 0 and axi equal to lambda xi means xi is an eigenvector corresponding to lambda I. This here there is a typing error. It is lambda I xi. axi equal to lambda I xi means xi is an eigenvector corresponding to the eigenvalue lambda I
then x1, x2, etc. xn are linearly independent. ചുരുക്കി പറഞ്ഞാൽ eigenvectors corresponding to distinct eigenvalues forms a linearly independent set in X. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ഏഗൺ വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ, ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. എപ്പോഴാണ് നമ്മളിത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുക? സപ്പോസ് സി ഐ എന്നൊക്കെ പറയുന്നത് സ്കെയിലാസ് ആണെന്ന് കരുതുക. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n സി ഐ എക്സ് ഐ ഈക്വൽ ടു 0 ആവുന്ന പോലെ ഇതിലേതൊക്കെയോ സി ഐസ് നോൺ സീറോ ആയിട്ടുണ്ടാവും ഫോർ സം ഐ. ഓക്കെ, കാരണം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n സി ഐ എക്സ് ഐ ഈക്വൽ ടു 0 ഇംപ്ലൈസ് സി ഐ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ എന്നാണ് നമ്മൾ പറയുക. ഇവിടെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് എടുത്തിരിക്കുന്നത്. സോ ഏതെങ്കിലുമൊക്കെ സി ഐസ് നോൺ സീറോ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ അസ്യൂം ചെയ്യാണ് C1 ആണ് നോൺ സീറോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെറ്റ് α1 x1 പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 2 to n ആൽഫ ഐ എക്സ് ഐ ഈക്വൽ ടു 0 ആൻഡ് α1 ഇസ് നോൺ സീറോ എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ആരെങ്കിലുമൊക്കെ നോൺ സീറോ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എനിവേ α1 മസ്റ്റ് ബി നോൺ സീറോ. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് കരുതുക. ദെൻ ടേക്ക് എ പോളിനോമിയൽ പി ഓഫ് ലാംഡ സച്ച് ദാറ്റ് ഈ പി ഓഫ് ലാംഡ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ n ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസ് ഉണ്ട്, λ1, λ2 എക്സെട്ര λn. അതിൽ പി ഓഫ് λ1 മസ്റ്റ് ബി ഈക്വൽ ടു 1 ആൻഡ് പി ഓഫ് λi മസ്റ്റ് ബി ഈക്വൽ ടു 0 ഫോർ ഐ ഈക്വൽ ടു 2, 3 എക്സെട്ര n. അതായത് ലാംഡ ഐസ് എല്ലാം പിയുടെ റൂട്ട്സ് ആണ്. ഓർ z മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഫാക്ടറായിട്ട് വരണം ഫോർ ഐ ഈക്വൽ ടു 2, 3, 4 എക്സെട്ര അപ് ടു n. ആൻഡ് പി ഓഫ് λ1 മസ്റ്റ് ബി സെയിം ആസ് 1. ഈ രീതിയിലാണ് നമ്മൾ പി ഓഫ് ലാംഡ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പി ഓഫ് ലാംഡ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. അതിൽ ലാംഡയുടെ പൊസിഷനിൽ നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇഫ് പി ഓഫ് ലാംഡ ഇസ് a0 പ്ലസ് a1 ലാംഡ പ്ലസ് a2 ലാംഡ സ്ക്വയർ പ്ലസ് എക്സെട്ര an ലാംഡ റേസ് ടു n എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇസ് a0i പ്ലസ് a1 ക്യാപിറ്റൽ എ പ്ലസ് a2 ക്യാപിറ്റൽ എ സ്ക്വയർ പ്ലസ് എക്സെട്ര an ക്യാപിറ്റൽ എ റേസ് ടു n. സോ എ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് വേറൊരു ഓപ്പറേറ്ററാണ്. ഓക്കെ, ക്യാപിറ്റൽ എക്സിലുള്ള പോയിൻറ്റ്സിൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഓപ്പറേറ്ററാണ് ഈ പി ഓഫ് എ. സോ പി ഓഫ് എ അറ്റ് എക്സ് ഐ ഈസ് പി ഓഫ് എ എക്സ് ഐ. കാരണം പി എന്ന് പറയുന്നത് നമുക്കറിയാം പോളിനോമിയലാണ്, എ ലീനിയർ ഓപ്പറേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ പി ഓഫ് എ എക്സ് ഐ എന്ന് എഴുതാം. ബട്ട് AXI is same as lambda IXI. Okay, so this is same as P of lambda I XI. ഈ പി ഓഫ് എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. α1 x1 പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 2 to n ആൽഫ ഐ എക്സ് ഐ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ പി ഓഫ് എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? α1 പി ഓഫ് എ അറ്റ് x1 പ്ലസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 2 to n ആൽഫ ഐ പി ഓഫ് എ എക്സ് ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ പി ഓഫ് എ എക്സ് ഐ ഈ സെയിം ആസ് പി ഓഫ് ലാംഡ ഐ എക്സ് ഐ എന്നിപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. So this is same as α1 p of lambda 1 x1 plus summation I equal to 2 to n alpha I p of lambda I xi equal to 0. P of lambda 1 is 1 and all other p of lambda is are 0. So from this we get
alpha 1 x1 equal to 0 or alpha 1 equal to 0. കാരണം x1 എന്തായാലും നോൺ സീറോ ആണ്, ബിക്കോസ് x1 നമ്മൾ ഏഗൺ വെക്ടർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏഗൺ വെക്ടർ ഒരിക്കലും സീറോ വെക്ടർ അല്ല. സോ ഫ്രം ഹിയർ വി ഗെറ്റ് ആൽഫ 1 ഈക്വൽ ടു 0. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്, ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. ഇപ്പോൾ നമ്മൾ ലീനിയർ ഡിപ്പെൻഡൻസിൽ x1ൻ്റെ കോഎഫിഷ്യൻ്റ് നോൺ സീറോ എന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. പക്ഷേ x1ൻ്റെ തന്നെ ആവണമെന്നില്ല നോൺ സീറോ, x2ൻ്റെ ആവാം. സോ നമ്മൾ പി ഓഫ് ലാംഡ എന്ന് പറയുന്ന പോളിനോമിയൽ എടുക്കുമ്പോൾ പി ഓഫ് ലാംഡ 2 ഈക്വൽ ടു 1 ബാക്കി എല്ലാ പി ഓഫ് ലാംഡ ഐസും 0 എന്നും എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പ്രൊസീഡ് ചെയ്താൽ വി വിൽ അറൈവ് അറ്റ് അനദർ കോൺട്രഡിക്ഷൻ. ഇങ്ങനെ വി റിപ്പീറ്റ് ദ സെയിം പ്രൊസീജിയർ ഫോർ ദ റെസ്റ്റ് ഓഫ് ആൽഫ ഐസ്. ഈച്ച് ടൈം വി വിൽ അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. സോ x1 x2 എക്സെട്ര xn ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നെടുത്താൽ നമ്മൾ കോൺട്രഡിക്ഷനിലെത്തും. സോ നമ്മൾ അവർക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവാൻ പറ്റില്ല, മീൻസ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അടുത്തതായിട്ട് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ എപ്പോഴാണ് സ്പെക്ട്രൽ പോയിൻ്റ് ആവാമെന്ന് നമുക്കറിയാം. അതൊരു ഏഗൺ വാല്യൂ ആണെങ്കിൽ, ഒരു സ്പെക്ട്രൽ പോയിൻ്റ് ഒരു ഏഗൺ വാല്യൂ ആണെങ്കിൽ അതിനെ നമ്മൾ പോയിൻ്റ് സ്പെക്ട്രം, അത് പോയിൻ്റ് സ്പെക്ട്രത്തിലെ പോയിൻ്റ് ആണെന്ന് നമ്മൾ പറയും. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: സെറ്റ് ഓഫ് ഓൾ ലാംഡ എലമെൻറ്റ് ഓഫ് സിഗ്മ ഓഫ് എ മൈനസ് സിഗ്മ പി ഓഫ് എ. അതായത് സ്പെക്ട്രൽ പോയിൻ്റ് ആണ്, പക്ഷേ പോയിൻ്റ് സ്പെക്ട്രത്തിലില്ല, അങ്ങനെയുള്ള ലാംഡകൾ വിച്ച് സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഡെൻസ് ഇൻ എക്സ്. ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ലാംഡ റെഗുലർ പോയിൻ്റ് ആണ്. അപ്പോൾ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ നോട്ട് ഈക്വൽ ടു എക്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിൽ തന്നെ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് എന്നാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കണേ. ഈ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ മേ ബി ഡെൻസ് ഇൻ എക്സ് അല്ലെങ്കിൽ നോട്ട് ഡെൻസ് ഇൻ എക്സ്. ഇതിൽ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഡെൻസ് ഇൻ എക്സ് ആവുന്ന കേസിലാണ് നമ്മൾ ലാംഡയെ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലെ പോയിൻ്റ് ആണ് എന്ന് പറയാം. നൗ എക്സാമ്പിൾ നോക്കാം നമുക്ക്. സപ്പോസ് x is equal to L2 of 0, 1. We are defining a from x to x with ax of t equal to t times x of t. So this is again a point of L2 of 0, 1. ഇതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഓപ്പറേറ്റർ. ഓക്കെ, ഈ ഓപ്പറേറ്ററിൻ്റെ സ്പെക്ട്രം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ സ്പെക്ട്രം, പോയിൻ്റ് സ്പെക്ട്രം, കണ്ടിന്യൂസ് സ്പെക്ട്രം ഇത് മൂന്നും ഇവിടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് പോയിൻ്റ് സ്പെക്ട്രം നോക്കാം. ഇഫ് എ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് സി ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 or if we write ax of t is equal to some lambda times x of t. So here also we have tx of t is equal to lambda x of t for all t element of 0, 1. This is possible only if x is equal to 0. കാരണം നമുക്ക് tx of t equal to lambda x of t ആവണമെന്നുണ്ടെങ്കിൽ t minus lambda times x of t must be equal to 0 for all t. For every t element of closed interval 0, 1 നമുക്ക് t minus lambda times x of t equal to 0 വരണം എന്നുണ്ടെങ്കിൽ the only possibility is that x of t equal to 0. അപ്പോൾ നോൺ സീറോ വെക്റ്റേഴ്സ് ഒന്നും axt equal to lambda xt എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ദിസ് ഡസ് നോട്ട് ഹാവ് എനി ഏഗൺ വാല്യൂ ഓർ പോയിൻ്റ് സ്പെക്ട്രം എം ടി സെറ്റാണ്. അടുത്തതായിട്ട് ലാംഡ ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പർ ആണ് എന്ന് കരുതുക.
നമ്മൾ രണ്ട് കേസാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ലാംഡ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ലുണ്ട്, ലാംഡ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ലില്ല. ലാംഡ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ൽ ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് ഓഫ് ടി ഈസ്, തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ടി മൈനസ് ലാംഡ ടൈംസ് എക്സ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൽ ലാംഡ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ൽ ഇല്ല, പക്ഷെ ടി ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ലെ പോയിൻ്റാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടി മൈനസ് ലാംഡ ഈസ് നെവർ 0. ടി മൈനസ് ലാംഡ 0 ആവണമെന്നുണ്ടെങ്കിൽ ടി ഈക്വൽ ടു ലാംഡ ആവണം. അതൊരിക്കലും സംഭവിക്കില്ല, ബിക്കോസ് ടി ഈസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 ആൻഡ് ലാംഡ ഈസ് നോട്ട് ഇൻ closed interval 0,1. So this is never 0. So നമുക്ക് a minus lambda I inverse from L2 of 0,1 to L2 of 0,1 എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് പറയാം. കാരണം ഈ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. a minus lambda I inverse of x of t is equal to 1 by t minus lambda times x of t എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബൗണ്ടഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ബൗണ്ടഡ് ഓപ്പറേറ്ററാണ് ഈ എ മൈനസ് ലാംഡ ഐ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് ലാംഡ ഈസ് എ റെഗുലർ പോയിൻ്റ് ഓഫ് എ. ലാംഡ ഈസ് ഇൻ ദ റിസോൾവൻറ്റ് സെറ്റ്. അപ്പോൾ സ്പെക്ട്രത്തിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ൽ ഇല്ലാത്ത പോയിൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ലുള്ള പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. സപ്പോസ് ലാംഡ ഈസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1, അപ്പോൾ ഉറപ്പായിട്ടും, കാരണം നമുക്ക് ഇൻവേഴ്സ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് ദിസ് ഫോം. പക്ഷേ ലാംഡ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1-ലുള്ളതാണെങ്കിൽ ഒരു പ്രാവശ്യം ടി ലാംഡ എന്ന് പറയുന്ന വാല്യൂ എടുക്കും. സോ നമുക്ക് ടി മൈനസ് ലാംഡ ഒരു പ്രാവശ്യം 0 വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവേഴ്സ് ഓപ്പറേറ്റർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലാംഡ എന്ന് പറയുന്നത് സ്പെക്ട്രത്തിലുണ്ട് എന്ന് പറയാം. റിസോൾവൻറ്റ് സെറ്റിൽ ഇല്ലെങ്കിൽ പിന്നെ സ്പെക്ട്രത്തിൽ ഉണ്ടാവുമല്ലോ. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 അതിലുള്ളവരെല്ലാം സ്പെക്ട്രത്തിലുണ്ട്, ഇതിലില്ലാത്തവരെല്ലാം റിസോൾവൻറ്റ് സെറ്റിലാണ്. അങ്ങനെ പറയുമ്പോൾ സ്പെക്ട്രം ഓഫ് എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 കിട്ടും. അപ്പോൾ നമ്മൾ പോയിൻറ്റ് സ്പെക്ട്രം എം ടി ആണെന്നും സ്പെക്ട്രം ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 ആണെന്നും കിട്ടി. ഇനി നമുക്കിതിൻ്റെ കണ്ടിന്യൂസ് സ്പെക്ട്രം കണ്ടുപിടിക്കണം. Suppose lambda is an element of closed interval 0,1, then image of a minus lambda I means set of all t minus lambda times x of t, where x of t element of L2 of 0,1. Okay, ഇത് L2 നമ്മുടെ കയ്യിലുള്ളത് L2 അപ്രോക്സിമേഷൻ. ഇഫ് വി തിങ്ക് അബൌട്ട് L2 അപ്രോക്സിമേഷൻ, L2-ൽ നമുക്കറിയാം എങ്ങനെയാണ് നോം ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇറ്റ് ഈസ് സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ L2 of 0,1 എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് നോം ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 x minus y of t square dt the whole power 1/2. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡിഫറൻസ്, എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ്. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് നോം, ഈ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഡെൻസ് ഇൻ L2 of 0,1 ആണ്. നമുക്കറിയാം കണ്ടിന്യൂസ് ഫങ്ഷൻസ് 0,1-ൽ ഡെൻസ് ആണ്, അതുപോലെ പോളിനോമിയൽസ് ഡെൻസ് ആണ്. അപ്പോൾ അതിലുമൊക്കെ വലിയൊരു കളക്ഷനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. സോ ദിസ് ഈസ് എ ഡെൻസ് സബ്സെറ്റ് ഓഫ് L2 of 0,1. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ലാംഡകളും കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലുണ്ട്. സോ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് എ ഇസ് സെയിം ആസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1. അടുത്തതായിട്ട് നമ്മൾ റെസിഡുവൽ സ്പെക്ട്രം എന്നാണ് പറയാൻ പോകുന്നത്. റെസിഡുവൽ സ്പെക്ട്രം ഈസ് ദ സെറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ പോയിൻറ്റ് സ്പെക്ട്രം പഠിച്ചു, കണ്ടിന്യൂസ് സ്പെക്ട്രം പഠിച്ചു. റെസിഡുവൽ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രത്തിലുണ്ട്, പക്ഷേ പോയിൻറ്റ് സ്പെക്ട്രത്തിലും ഉണ്ടാവാൻ പാടില്ല, കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷനെയാണ് റെസിഡുവൽ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. സോ
സിഗ്മ ആർ ഓഫ് എ ഈസ് സെയിം ആസ് സിഗ്മ ഓഫ് എ സ്പെക്ട്രം മൈനസ് പോയിൻറ്റ് സ്പെക്ട്രം യൂണിയൻ കണ്ടിന്യൂസ് സ്പെക്ട്രം. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് റെസിഡ്യുവൽ സ്പെക്ട്രത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് പോയിൻറ്റ് സ്പെക്ട്രത്തിൽ ഉണ്ടാവരുത്, അതായത് ഏഗൺ വാല്യൂ ആവരുത്. ഏഗൺ വാല്യൂ ആവാതിരിക്കപ്പെടാണ് കേർണൽ ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 വരുമ്പോൾ. അതുപോലെ റെസിഡ്യുവൽ സ്പെക്ട്രത്തിൽ ഉണ്ടാവണമെങ്കിൽ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലും ഉണ്ടാവരുത്. കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ ഉണ്ടാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് നോട്ട് ഡെൻസ് ഇൻ എക്സ്, ഓർ ഇമേജ് ഓഫ് എ മൈനസ് ലാംഡ ഐയുടെ ക്ലോഷർ എക്സ് ആവരുത്. ഓക്കെ, നമുക്കിനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണാം. നമ്മൾ നേരത്തെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ പറഞ്ഞിരുന്നു. റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ പോയിൻറ്റ് സ്പെക്ട്രം എം ടി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ അല്ല. നമ്മൾ നേരത്തെ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡിസ്കഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഇൻവെർട്ടിബിൾ അല്ല. കാരണം പിന്നെ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മൾ L2-ലുള്ള ഏത് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0, x1, x2, etc. ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ഓൾവേസ് വി വിൽ ഹാവ് 0. സോ ഇമേജ് ഓഫ് എ ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് L2 വേർ എക്സ് ഓഫ് 1 ഈക്വൽ ടു 0. ഇതെന്തായാലും L2 സ്പേസിൽ ഡെൻസ് ആയിരിക്കില്ല. കാരണം നമുക്ക് എപ്പോഴും ഒരു സപ്പോസ് വി ഹാവ് സം y മൈനസ് എ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അറ്റ്ലീസ്റ്റ് ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് y ഓഫ് 1 എന്ന് പറയാം. മോഡുലസ് ഓഫ് y ഓഫ് 1 നമുക്ക് ആർബിട്രറിലി സ്മോൾ ആക്കാൻ പറ്റുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ഡെൻസ് ഇൻ L2 അല്ല. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും 0 ഈസ് ഇൻ ദ റെസിഡ്യുവൽ സ്പെക്ട്രം. ആക്ച്വലി നമുക്ക് മോഡ് ലാംഡ ലെസ് ദാൻ 1 ആകുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള എല്ലാ ലാംഡകളും മോഡ് ലാംഡ ലെസ് ദാൻ 1 ആകുന്ന എല്ലാ ലാംഡകളും റെസിഡ്യുവൽ സ്പെക്ട്രത്തിൽ ഉണ്ടായിരിക്കും. സോ റെസിഡ്യുവൽ സ്പെക്ട്രം ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലാംഡ എലമെൻറ്റ് ഓഫ് സി വെറും മോഡ് ലാംഡ ലെസ് ദാൻ 1 എന്നുള്ളതായിരിക്കും. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പിന്നീട് കാണാം. ഇവിടെ നമുക്ക് കൂടെ നോട്ട് ചെയ്യാവുന്നൊരു കാര്യം, ഈ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ നോം 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച റിസൾട്ട് പ്രകാരം വെനെവർ മോഡ് ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ 1, ലാംഡ വിൽ ബി ഇൻ ദ റിസോൾവൻറ്റ് സെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ലാംഡ എലമെൻറ്റ് ഓഫ് സി വെറും മോഡ് ലാംഡ ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ഇവിടെ മോഡ് ലാംഡ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ റിസോൾവൻറ്റ് സെറ്റിലാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ അത് സ്പെക്ട്രത്തിലെ പോയിൻ്റ് ആണ്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, അത് ഞാനിവിടെ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. മോഡ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന എല്ലാവരും സ്പെക്ട്രത്തിലുണ്ടായിരിക്കും. അതിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആവുന്നവരെല്ലാം റെസിഡ്യുവൽ സ്പെക്ട്രത്തിലാണ്. പോയിൻറ്റ് സ്പെക്ട്രം എം ടി ആണ്. അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ലാംഡ എലമെൻറ്റ് ഓഫ് സി വെറും മോഡ് ലാംഡ ഈക്വൽ ടു 1. യൂണിറ്റ് സർക്കിളിലുള്ള എല്ലാ പോയിൻറ്റ്സും കണ്ടിന്യൂസ് സ്പെക്ട്രത്തിലും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് റെസിഡ്യുവൽ സ്പെക്ട്രത്തിലുമാണ്. ഇനി നമ്മൾ ലാംഡ ഐ സ്റ്റാർ എന്നാണ് ഇനി മുതൽ ലാംഡ കോൺജുഗേറ്റ് ഐ എന്നുള്ളതിന് എഴുതുന്നത്. ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഐ, ലാംഡ കോൺജുഗേറ്റ് ടൈംസ് ഐ എന്നുള്ളതിന് പകരം ലാംഡ ഐ സ്റ്റാർ എന്നാണ് ഇനി മുതൽ എഴുതുക. നൗ ലാംഡ പോയിൻറ്റ് സ്പെക്ട്രത്തിലുള്ള ഒരു പോയിൻ്റ് ആണ് എന്ന് കരുതുക. ലാംഡയുടെ കോൺജുഗേറ്റ് എയുടെ ഡുവൽ ഓപ്പറേറ്ററിൻ്റെ പോയിൻറ്റ് സ്പെക്ട്രത്തിൽ ഇല്ല എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ലാംഡ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എയുടെ ഡുവൽ ഓപ്പറേറ്ററിൻ്റെ റെസിഡ്യുവൽ സ്പെക്ട്രത്തിൽ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക.